ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഞങ്ങൾ അങ്ങനെ ഇന്ന് ലുലുവിലോട്ട് പോവാണ് കേട്ടോ. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ. എന്തിനാണെന്നറിയാം, ഓണാഘോഷം ആഘോഷിക്കാൻ വേണ്ടി. അങ്ങനെ ഞങ്ങൾ ഒത്തിരി പേരൊന്നുമില്ല, ഞങ്ങളുടെ ഒരു ചെറിയ ഓണമാണ്. അതൊന്ന് പൊന്നോണമാക്കി കളർഫുൾ ആക്കാമെന്ന് വെച്ച് സദ്യയൊക്കെ ഉണ്ടാക്കാനായിട്ട് അതിനുള്ള വെജിറ്റബിൾസും സാധനങ്ങളും ഇലയൊക്കെ വാങ്ങിക്കാനായിട്ട് പോവുകയാണ്. അപ്പം ഞങ്ങളിങ്ങനെ കാറിലാണ് പോകുന്നത്. ജേഡൻ ഇങ്ങനെ കാഴ്ചകളൊക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ കണ്ട് അവനെ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ലുലുവിലെത്തി. നേരെ കയറി ചെന്നപ്പോൾ കണ്ടത് കേട്ടോ, ഓണ ഉത്സവം എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചേക്കുന്നതാണ്. അവിടെ ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളാണെങ്കിൽ പോയി നിന്നൊരു വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്ത് കണ്ടപ്പോൾ ഭയങ്കര രസം തോന്നി. അപ്പം നാട്ടിലെ ഓർമ്മകളൊക്കെ ആയിരുന്നു. അതിനുശേഷം അവർ കുറേ ഡ്രസ്സുകൾ, ഓണത്തിന് ഡ്രസ്സുകളൊക്കെ ഡിസ്പ്ലേ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അത് കണ്ടപ്പോൾ ജേഡനും അവരുടെ കൂടെ പോയി നിൽക്കണം. അങ്ങനെ ഒരു ഫോട്ടോയും വീഡിയോ ഒക്കെ അതും എടുത്തു. കാരണം അവിടെ പൂക്കളൊക്കെ അറേഞ്ച് ചെയ്തേക്കുന്നുണ്ട്. ഒരുപാട് പൂക്കളൊക്കെ ഉണ്ട്. നമുക്ക് പൂക്കളൊക്കെ എടുക്കാം. അതുപോലെ തന്നെ വെജിറ്റബിൾസ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും അവർ ഓണത്തിന് വേണ്ടി എല്ലാം അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാം കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ. അതുപോലെ തന്നെ ലുലുവിൻ്റെ ഓണച്ചന്ത അവർ ഒരുക്കിയിട്ടുണ്ട്. അതിനകത്ത് എല്ലാ വെജിറ്റബിൾസും പച്ചക്കറികളും എല്ലാം ഉണ്ട് കേട്ടോ. അതും ഇങ്ങനെ അത് അറേഞ്ച് ചെയ്തേക്കുന്നതും കെട്ടിയേക്കുന്നതും ഒക്കെ കാണാൻ നല്ലൊരു ഭംഗിയാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലെല്ലാം വെജിറ്റബിൾസ് ഉണ്ട്. ക്യാരറ്റ്, ക്യാബേജ്, ബീൻസ്, മുരിങ്ങയ്ക്ക, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അത് കാണാനും നല്ല ഭംഗിയാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് സാധനങ്ങളും കാര്യങ്ങളും ഒക്കെ അവിടെ നിന്ന് വാങ്ങിച്ചു. കാരണം നമ്മൾ 3 പേരേ ഉള്ളെന്നുണ്ടെങ്കിലും നന്നായിട്ടൊരു ഓണം എന്ന് പറയുന്നത് അതിൻ്റെ സദ്യകളൊക്കെ വെച്ച് കഴിക്കുക എന്നുള്ള അതിൻ്റെ ഒരു ഭംഗി. അങ്ങനെ ഞങ്ങൾക്ക് വേണ്ട വെജിറ്റബിൾസും കാര്യങ്ങളും ഒക്കെ എടുത്തു. വീണ്ടും ഞാൻ ആ പൂക്കളൊക്കെ ഇരിക്കുന്നിടത്തൊന്ന് ജസ്റ്റ് പോയി നോക്കി. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ കൊട്ടയ്ക്കകത്ത് പൂക്കൾ, എല്ലാ പൂക്കളും ഇങ്ങനെ പല പല കളർ ഉള്ളത് കാണാനും ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതൊക്കെ കാണാൻ ഭംഗിയുണ്ടായിരുന്നു. ഞാൻ വേണോ എന്നൊക്കെ അച്ഛനോട് ചോദിച്ചു. അച്ഛൻ പറഞ്ഞു മര്യാദയ്ക്ക് അതവിടെ വെച്ചിട്ട് പോക്കോ, കാരണം ഓണത്തിൻ്റെ ആ സമയം ആകുമ്പോഴത്തേക്ക് വാടിപ്പോകും, അതുകൊണ്ട് അതൊന്നും എടുക്കണ്ടെന്നൊക്കെ പറഞ്ഞു. പിന്നെ അവിടുത്തെ സാധനങ്ങളും കാര്യങ്ങളും ഒക്കെ എടുത്ത് ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങൾ ഓണത്തിന് മേടിച്ച പച്ചക്കറികൾ. അതുപോലെ നമുക്ക് സദ്യ കഴിക്കാൻ ഇല വേണ്ടേ, അത് നോക്കി ഞങ്ങൾ പോവുകയാണ് കേട്ടോ. അന്നേരമാണ് നമ്മൾ ഈ പായസത്തിൻ്റെ മേള കണ്ടത്. അവിടെ ചെന്നപ്പോൾ എന്തൊക്കെ പായസം, എല്ലാ രീതിയിലും പായസമുണ്ട്. നമ്മുടെ അടപ്പായസമുണ്ട്, പാലടപ്പായസമുണ്ട്, അതുപോലെ തന്നെ പാൽ പായസമുണ്ട്, അരിപ്പായസമുണ്ട്, പരിപ്പ് പായസമുണ്ട്, അതുപോലെ തന്നെ കടലപ്പായസമുണ്ട് കേട്ടോ. ഞാൻ ഈ കടലപ്പായസമൊക്കെ ആദ്യമായിട്ട് കാണുന്നത്. ഞാൻ ടേസ്റ്റ് ഒന്നും നോക്കിയില്ല. നമുക്ക് ടേസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ തരും. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമുക്കത് വാങ്ങിക്കാം. ഞാൻ അതൊന്നും നോക്കിയില്ല. ഞാൻ ആകെ വാങ്ങിച്ചത് അരിപ്പായസമാണ് കേട്ടോ. നല്ല മധുരം ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് അരിയുടെ പായസം ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ അതൊന്ന് വാങ്ങിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കി. എന്നിട്ട് കുറച്ച് വാങ്ങിച്ച് വീട്ടിലും കൊണ്ടുപോയി. അവിടെ ഭയങ്കര തിരക്കാണ് കേട്ടോ ഈ പായസം വാങ്ങിക്കാൻ തന്നെ. അത് കഴിഞ്ഞ് ഞങ്ങൾ തുണിയുടെ സെക്ഷനിലോട്ട് പോയപ്പോഴാണ് കേട്ടോ ഓണത്തിന് കുഞ്ഞുങ്ങൾക്കിടാനുള്ള മുണ്ടും ഷർട്ടും, അതുപോലെ തന്നെ പട്ടുപാവാടയും അതുപോലെ തന്നെ ബ്ലൗസ് ആണെങ്കിലും പാവാടയാണെങ്കിലും ഒക്കെ ഉണ്ട്. അവിടെ കുഞ്ഞുങ്ങൾക്ക് പറ്റിയ ഡ്രസ്സുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം കാണാനും നല്ലൊരു രസം ഉണ്ടായിരുന്നു കേട്ടോ ഈ ഡ്രസ്സുകളൊക്കെ കാണാൻ. ഞാൻ ചുമ്മാ ഈ പട്ടുപാവാടയുടെ സെക്ഷനൊക്കെ ഒന്ന് വെറുതെ ഒന്ന് കറങ്ങി. എനിക്ക് ചേരുന്ന വല്ലതും ഉണ്ടോന്ന് ചുമ്മാ അതൊരു ആഗ്രഹത്തിന് നോക്കിയത്, ചേരുന്നൊന്നുമില്ല. പിള്ളേർക്ക്, പെൺപിള്ളേർക്കൊക്കെ ചേരുന്ന അടിപൊളി ഡ്രസ്സുകളൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ സദ്യ കഴിക്കാനുള്ള ഇലയും വാങ്ങിച്ചു. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇഷ്ടം അടപ്പായസമാണ്. അങ്ങനെ പായസം ഉണ്ടാക്കാൻ അടയും വാങ്ങിച്ചു. ഞങ്ങൾ ബില്ലിങ്ങിൽ വന്ന് ബില്ലടിക്കാൻ നേരമാണ് ഇതാ നിൽക്കുന്ന മാവേലി തമ്പുരാന്. അങ്ങനെ ഞങ്ങൾ മാവേലിയുടെ ഒട്ടും പ്രതീക്ഷയില്ല കേട്ടോ, കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അപ്പം എല്ലാവരും ഇങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഓണം ആഘോഷിക്കാൻ റെഡിയായിരിക്കുകയാണെന്നറിയാം. അപ്പോൾ എല്ലാവർക്കും കൂടി ഒരിക്കൽ കൂടി ഓണാശംസകൾ. അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞോണം പൊന്നോണം ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് താങ്ക് യു, ബൈ ബൈ.